ഇനി ഇഫ് എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ആർ ഓഫ് എ മെട്രിക്സ് എ ഈസ് 0 ദെൻ റാങ്ക് ഓഫ് എ. എന്താ മൈനർ എന്നറിയാവോ? ഒരു മെട്രിക്സിന്റെ മൈനർ 1 2 3 4 5 6 7 8 9. ഈ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചോ, ഇപ്പൊ 1 മൈനർ ഓഫ് 1 എന്തുവാ? പറഞ്ഞു എന്തുവാ? കേട്ടില്ല, പറഞ്ഞാരെങ്കിലും? ഹലോ, കേക്കാവോ? പറഞ്ഞതല്ല, മോൾ ഇവിടുന്ന് സംസാരിച്ചതാ. ഓക്കെ. അപ്പൊ മൈനർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1ന്റെ എല്ലാ എലമെന്റ്സിനും മൈനേഴ്സ് ഉണ്ട്. എല്ലാ എലമെന്റ്സിനും മൈനേഴ്സ് ഉണ്ട്. ഇപ്പൊ 1ന് മൈനർ ഉണ്ട്, 2-നുണ്ട്, 3-ക്കുണ്ട്, 4-നുണ്ട്, 5-നുണ്ട്, 6-നുണ്ട്, 7-നുണ്ട്, 8-നുണ്ട്, 9-നുണ്ട്. അപ്പം എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഓഫ് എ മെട്രിക്സ് എ ഈസ് എന്താണ്? 0. അപ്പം ഇതിന്റെ മൈനർ, മൈനർ വെച്ചാൽ ഈ 1ന്റെ മൈനർ ആ റോയും ആ കോളങ്ങളെ ബാക്കിയുള്ള ഡിറ്റർമിനൻസിനെ പറയുന്നത് വരാണ് അതിന്റെ മൈനർ. അതിന് M11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റ് അല്ലയോ? അപ്പൊ അതെന്താണ്? 5 6 8 9. ഇതാണ് ആദ്യത്തെ എലമെന്റ് മൈനർ. ഇപ്പൊ 2ന്റെ മൈനർ എന്തായിരിക്കും? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഈ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുക ബാക്കി. അപ്പൊ ഈ റോയും ഈ കോളം പോകും. അപ്പൊ അത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ആണ്. അതെന്താണ്? ആ റോയും ഈ കോളം പോയി കഴിഞ്ഞാൽ 4 6 7 9 4 6 7 9. ബാക്കിയുള്ളതിന്റെ എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോയും ആ കോളവും കഴിഞ്ഞ് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ് മൈനേഴ്സ്. ഇഫ് എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഓഫ് എ മെട്രിക്സ് എ ഈസ് 0 ദെൻ ദി റാങ്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഓർഡർ, ഏത് ഓർഡർ? ആർ ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ മൈനേഴ്സ് എല്ലാം എന്താകുവാണെങ്കിൽ 0 ആകുവാണെങ്കിൽ റാങ്ക് എത്ര ആയിരിക്കും? ഈക്വൽ ടു ആർ ആണ്. ലെസ് ദാൻ ആർ. ഈക്വൽ ടു ആർ ആണ്. അപ്പൊ മൈനറും റാങ്കും തമ്മിലുള്ള റിലേഷൻ പഠിച്ചോണം. ഈ റാങ്ക് നമ്മൾ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചോ. ഞങ്ങൾ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ 2 ആൻസർ പറഞ്ഞു, ഒന്ന് ഈക്വൽ ടു പറഞ്ഞു, ഒന്ന് ലെസ് ദാനും പറഞ്ഞു. രണ്ടും നോക്കാം ഏത് വരുമെന്ന് നിങ്ങൾ പറഞ്ഞോണം. ഇപ്പം ഒരു മെട്രിക്സ് ഇപ്പൊ 3x3 മെട്രിക്സ് ആണെന്ന് വെച്ചോ. 3x3 മെട്രിക്സിന്റെ റാങ്ക് അല്ല ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, എന്താണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എത്ര ആണ്? 3. R is equal to 3. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 വന്ന് അപ്പൊ റാങ്ക് ലെസ് ദാൻ 3 ആയിരിക്കും. റാങ്ക് 3യേക്കാളും കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ മൈനേഴ്സ് എടുക്കും. ഇതിന്റെ എന്തെടുക്കും? മൈനേഴ്സ്. അപ്പൊ 3x3യുടെ മൈനസ് എന്ത് വരുന്നത്? 2/2 ആയിരിക്കും. 3x3യുടെ മൈനസ് എന്ത് വരുന്നത്? 2/2 മെട്രിക്സ് ആയിരിക്കും. അപ്പം 3x3യുടെ മൈനസ് എന്തായിരിക്കും? 2/2 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ 2/2 മെട്രിക്സ് ആണെങ്കിൽ ആ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എല്ലാം 0 ആണെങ്കിൽ റാങ്ക് വീണ്ടും എന്താണ്? ലെസ് ദാൻ 2 ആയിരിക്കും. അവിടെ നോട്ട് ഈക്വൽ ടു എന്നാൽ റാങ്ക് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പൊ മൈനേഴ്സ് വാല്യൂ, ഡിറ്റർമിനന്റ് വാല്യൂ, ആ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു എല്ലാ മൈനറും 0 വരികയാണെങ്കിൽ, റാങ്ക് വീണ്ടും എന്താവും? ലെസ് ദാൻ 2 ആവും. അപ്പൊ എപ്പോഴാണ് ഡിറ്റർമിനന്റ് മൈനർ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴാണോ, മൈനർ ആണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ്, എപ്പോഴാണോ നോൺ 0 വരുന്നത് അവിടം വരെ എന്താണ്? റാങ്ക് വന്നുകൊണ്ടിരിക്കും.
ഇപ്പം ആദ്യം 3, അപ്പൊ ആദ്യം 4/4 ആണെന്ന് വെച്ചു, അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പം റാങ്ക് ഇതിനേക്കാളും 4-നേക്കാളും ചെറുതായിരിക്കും. അപ്പം 3/3 എടുത്ത് അതിന്റെ -3/3 ആയിരിക്കും. 4/4 ആണെങ്കിൽ 6 കോളം വെച്ച് ബാക്കി 3/3 ആയിരിക്കും. അതിന്റെ ഡിറ്റർമിനന്റ് ഓരോന്നിനും കണ്ട് അതിന് റാങ്ക് 0 വന്നു. അപ്പൊ വീണ്ടും എടുത്ത് 2/2 എടുത്ത് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് അത് എന്ത് വന്ന് 0. അടുത്ത 1/1 എടുത്ത് അടുത്ത ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോട്ട് ഈക്വൽ 0 വന്നു. അപ്പൊ റാങ്ക് എത്ര? 1. ഇങ്ങനെയാണെങ്കിൽ റാങ്ക് എത്ര വന്ന്? 1. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, 6-നേക്കാളിലും മുകളിലുള്ള മൈനറുകളുടെ എല്ലാം, 6-നേക്കാളിലും മുകളിലുള്ള മൈനറുകളെല്ലാം എന്തായി? 0. എന്നിട്ട് ഇവിടെ നോക്കിയേ, 1-നേക്കാട്ടിലും മുകളിലുള്ള മൈനേഴ്സ് എല്ലാം 0 വന്നാൽ റാങ്ക് എത്രാണ്? ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഞാൻ ഈ കൺക്ലൂഷനിലോട്ട് എത്താൻ പോവാണ്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ 1/1 അല്ലെങ്കിൽ ഇവിടെ പോട്ടെ, ഇത് പോട്ടെ, ഇവിടെ നോട്ട് ഈക്വൽ 0 വന്നു. അപ്പം 2/2 മെട്രിക്സിന്റെ ആ 2/2 മൈനറിന്റെ ഡിറ്റർമെന്റ്, അപ്പൊ മൈനർ ഡിറ്റർമെന്റ് ആണ്, അത് റോയും കോളം ബാക്കിട്ട് ആ മൈനർ നോട്ട് ഈക്വൽ 0 വന്നപ്പോൾ അതിന് മുകളിലുള്ള മൈനേഴ്സുകളെല്ലാം എന്തായി? 0 ആയി. അപ്പൊ ഈ 2-ന് മുകളിലുള്ള മൈനസ് എല്ലാം 0 ആയപ്പോ റാങ്ക് എത്ര ഇവിടെ വന്നത്? റാങ്ക് ഈക്വൽ എത്ര വന്നത്? 2. എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മൈനർ നോൺ 0 വരുന്നത് അതാണ് റാങ്ക്. എപ്പോഴാണോ മൈനർ നോൺ 0 വരുന്നത് അതാണ്. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ഈക്വൽ 0 ആണെങ്കിൽ അതിന്റെ, അപ്പൊ 4/4 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ മൈനർ എന്ന് വെച്ചാൽ 3/3 ആയിരിക്കും. അതിന്റെ മൈനർ എടുത്താൽ 2/2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ 4/4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇതിന്റെ മൈനർ എത്രയാണ്? 6 റോയും ആ കോളം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തോ മെട്രിക്സ് ആണ്? 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 4/4 ആദ്യം 4/4 ഡിറ്റർമിനന്റ് ഓഫ് എന്ന് വെച്ചാൽ 4/4 ആണ്. അത് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ മൈനർ കാണുക 3/3. അതും 0 വരികയാണെങ്കിൽ അവിടുത്തെ ഓരോന്ന് ഇത് കളയുക, അപ്പൊ ആ പോയി 2/2 കാണുക. അപ്പൊ അത് നോട്ട് ഈക്വൽ ടു 0 വന്നാൽ റാങ്ക് എത്ര ആകും? 2 ആകും. അപ്പം ഒരു പർട്ടിക്കുലർ ഓർഡറിന്റെ മൈനറിന് മുകളിലുള്ള മൈനസ് എല്ലാം 0 ആണെങ്കിൽ എവിടാണോ നോൺ 0 വരുന്നത് അതായിരിക്കും അതിന്റെ റാങ്ക്. ഇനി പറഞ്ഞേ, എവരി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഓഫ് എ മെട്രിക്സ് എ 0, then റാങ്ക് ഈക്വൽ ടു ആർ ആണോ? നോക്ക്, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്ക്. ഇവിടെ കണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 6 വരെ 0 ആണ്. 6 ഓർഡർ വരെ 0 ആണ്. ഇവിടെ നോക്കി, ഇത് ഏത് ഓർഡർ വരെ 0? പറഞ്ഞു ഇത് ഏത് ഓർഡർ വരെ 0? ഈ ക്വസ്റ്റ്യൻ തേർഡ് ഓർഡർ വരെയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞത്, ഈ തേർഡ് ഓർഡർ വരെയാണ് 0. അപ്പൊ തേർഡ് ഓർഡർ വരെ 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് അതിനേക്കാളും ചെറുതല്ലയോ? ഏത് ഓർഡർ വരെ 0 ആണോ, ഏത് ഓർഡർ വരെ 0 ആണോ അതിന് തൊട്ട് താഴത്തെ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ റാങ്ക്. ഇപ്പൊ തേർഡ് ഓർഡർ വരെ 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും? 2/2 ആയിരിക്കും നോൺ 0 വരുന്നത്. അപ്പൊ ആ റാങ്ക് 2. അപ്പൊ 3-യേക്കാളും ചെറുതായിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ ആൻസർ ലെസ് ദാൻ ആർ. തെറ്റരുത് കേട്ടോ, ഇവിടെ ഈക്വൽ ടു എന്നൊരു വേർഡ് ഉണ്ട്. ഈക്വൽ ടു ആർ, 6 ഓർഡർ വരെ ഉള്ള മൈനസ് 0 ആണ്. അപ്പൊ 6 ഓർഡർ വരെ എപ്പോഴാണ് നോൺ 0 വരുന്നത് അതാണ് റാങ്ക്. അപ്പൊ 6 ഓർഡർ വരെ നോൺ 0 അല്ല, 6 ഓർഡർ വരെ 0 ആണ്. അപ്പൊ 6-ന് താഴെയാണ് എന്ത് വരുന്നത്? നോൺ 0 വരുന്നത്. അപ്പൊ 6-ന് താഴെയാണ് നോൺ 0. അപ്പൊ റാങ്ക് എന്തുമായാലും 6-നേക്കാളും ചെറുതാണ്. 6 വരെ ഒരിക്കലും ആകത്തില്ല. ഇതിവിടെ 3 വരെ 0 ആണ്. 3-ക്ക് താഴെ 0 വരെ 0 വരാതെ ഇരിക്കാം, അതെന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ 2-ന് ഈക്വൽ ടു 0 വരാം. അപ്പൊ റാങ്ക് എത്രയാണ്? 1. എന്തുമായാലും 3-യേക്കാളും ചെറുതാണ്. ഒരു വാല്യൂന് ആ വാല്യൂ മുതൽ മുകളിലോട്ട് എല്ലാം മൈനസ് 0 ആണെങ്കിൽ റാങ്ക് ഉറപ്പായിട്ടും ആ വാല്യൂനേക്കാളും ചെറുതായിരിക്കും. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ ആർ ആയിരുന്നു. ആറിന് മുകളിലുള്ള മൈനസ് എല്ലാം 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? 6 ആയിരിക്കും. അങ്ങനെ സർ ഈക്വൽ ടു ലെസ് ദാൻ അല്ലേ അപ്പൊ വരുമോ? നമുക്ക് ആറിൻ്റെത് പറയാൻ ഉറപ്പിക്കാൻ പറ്റത്തില്ല. പറ്റില്ല. അത് അങ്ങനെ ക്വസ്റ്റ്യൻ, അത് ഞാൻ പറയാൻ വന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. അതിന് പോസിബിലിറ്റി വരും. ചിലപ്പോൾ വരാം, ചിലപ്പം വരാതിരിക്കാം. കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോൾ ആ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ തരത്തക്ക രീതിയിലെ ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ എന്നൊരു വേർഡ് ഇട്ടത്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ ആറിന് മുകളിലുള്ള മൈനസ് എല്ലാം 0 ആണ്. 6 0 ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 6 0 ആണെങ്കിൽ 6 താഴെ 0 ആണെന്നും ആരും പറഞ്ഞില്ല. അപ്പൊ ഒരു ക്വസ്റ്റിന് വ്യക്തതയില്ല. അപ്പൊ ആൻസറിന് വ്യക്തത വരുത്തില്ല. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ആണ്. 6ന് മുകളിലുള്ള എല്ലാം 0 ആണ്. അപ്പൊ ഉറപ്പായിട്ട് റാങ്ക് 6നേക്കാളും താഴെ വരത്തുള്ളൂ. അതെന്തായിക്കോട്ടെ, 6 ആകാം, 6 തൊട്ട് താഴെയാകാം, തൊട്ട് എന്തുമല്ല 6നേക്കാളും താഴെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വ്യക്തതയായിട്ട് തരത്തുള്ള ആൻസർ, പെർഫെക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണം. അതുകൊണ്ട് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ അല്ല, ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ. ആ അവിടെ നമുക്കിപ്പം ഐഗൻ വാല്യൂ എനിക്ക് റിപ്പീറ്റഡ് വന്നു, പക്ഷെ ജോമെട്രിക് മീന് 2ഓ 3ഓ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് ഐഗൻ വെക്ടേഴ്സ് അന്നേരം മനസ്സിലായില്ല. അതായത് എൻ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂ, അതായത് 1ഉം 2ഉം 3ഉം കിട്ടി. അതായത് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് കിട്ടി. എന്നിട്ട് ജോമെട്രിക് മീൻ ഓഫ് 2 എന്ന് പറയുന്നത് 2 തന്നെ കിട്ടി. അപ്പൊ എനിക്ക് 3 ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടുന്നുണ്ടല്ലോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ്. ഞാൻ പറയാൻ ശ്രദ്ധിച്ചോ? ഇനി എൻ ഡിസ്റ്റിന്റ് എൻ ഈ സെയിം ആകാം, റെപ്പറ്റീഷൻ വരാം, റെപ്പറ്റീഷൻ വരാതെ ഇരിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ചിലപ്പോ ഇവിടെ എന്താണ് 3 ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടർ വരാം. ശരിയില്ലയോ? 3 ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടർ വരാതെയും ഇരിക്കാം. ഓക്കെ അല്ലയോ? അത് ഇങ്ങനത്തെ കേസ് വരുവാണെങ്കിലോ, ഇപ്പൊ 1ഉം 2ഉം 3ഉം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തേ പറ്റത്തുള്ളൂ? ഐഗൻ വാല്യൂസ് ആണെങ്കിൽ 1ന് ഒരു ഐഗൻ വെക്ടർ കിട്ടുമല്ലോ, 2ന് ഒരെണ്ണം കിട്ടുമല്ലോ, 3ക്ക് ഒരെണ്ണം കിട്ടുമല്ലോ. അതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എൻ ഡിസ്റ്റിന്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ എത്രയാണ് ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടർ എന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ട് എൻ ഡിസ്റ്റിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് എൻ ഡിസ്റ്റിന്റ് ഐഗൻ വെക്ടർ കണ്ടു. വരുന്ന കേസിൽ ചിലപ്പം വരാം, വരാതെ ഇരിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇവിടെ ചിലപ്പോൾ ഡിപെൻഡ് ഡിസ്റ്റിന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ കൺക്ലൂഷൻ എത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡിസ്റ്റിന്റ് ആകാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തതയില്ല. കനോട്ട് ബി ഫൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഒന്നെങ്കിൽ ഡിസ്റ്റിന്റ് ആകാം, എൻ ഐഗൻ വെക്ടർ വരാം, അല്ലെങ്കിൽ n-1 ഐഗൻ വെക്ടർ ആകാം, അല്ലെങ്കിൽ n+1 ഒരിക്കലും വരത്തില്ല, കൂടുതലാകത്തില്ല, അല്ലെങ്കിൽ ഐഗൻ വെക്ടർ 0 വരത്തില്ല. അപ്പം എന്താണ് ഇവിടെ ഡിസ്റ്റിന്റ് എന്ന് വേർഡ് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ട. എൻ ഡിസ്റ്റിന്റ് 1ഉം 2ഉം 3ഉം ആണ്. 1ന് ഉറപ്പായിട്ട് ഒരു ഐഗൻ വെക്ടർ കണ്ടിരിക്കും, 2ന് ഉറപ്പായിട്ട് ഒരു ഐഗൻ വെക്ടർ കണ്ടിരിക്കും, 3ക്ക് ഉറപ്പായിട്ട് ഒരു ഐഗൻ വെക്ടർ കണ്ടിരിക്കും. ചില പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഐഗൻ വെക്ടർ 2 2 2 എന്ന് വന്നു. അത് സെയിം ആണ്. ചിലപ്പം 2 എണ്ണം വരാം ഡിസ്റ്റിന്റ് ആയിട്ട്, ചിലപ്പോ ഒരെണ്ണേ വരത്തുള്ളായിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ? ഇവിടെ ഡിസ്റ്റിന്റ് ഉണ്ടായിരുന്നു. എൻ ഡിസ്റ്റിന്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്റ്റിന്റ് ഐഗൻ വെക്ടറേ കിട്ടത്തുള്ളൂ. കുറച്ച് നമ്മൾ ചോദിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം.
ക്ലിയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്? ഇവിടുത്തെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് പെട്ടെന്ന് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് 2/2 ഡിറ്റർമിനന്റ് ആണ്, അറിയാമല്ലോ. എങ്ങനെയാണ് ക്രോസ് ചെയ്ത പറയാ? 2 × 8. 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? 2 × 8 എത്രയാണ്? 16 മൈനസ് 7 × 3 എത്രയാണ്? 21. ആൻസർ എത്ര കിട്ടി? ആൻസർ -5. അതാണ് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്. അപ്പൊ ഐഗൻ വാല്യൂസിന്റെ ഈ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഐഗൻ വാല്യൂസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനന്റ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് എങ്ങനെയാണ്? 2 × 8 മൈനസ് 3 × 7 -5. പെട്ടെന്നാണ്, ഇതിനൊക്കെ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല. പെട്ടെന്ന് ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഐഗൻ വെക്ടറിന്റെ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ സം ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ആർക്കെങ്കിലും പറയാം? ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. എക്സ്റ്റെൻഡിങ് ടു 2 + f(x) ഫോർ എ ഫംഗ്ഷൻ ഗ്രാഫ്ഡ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഇവിടെ നോക്കിയേ, 2 പ്ലസ് വെച്ചാൽ ഈ റൈറ്റിൽ നിന്നാണ് വരുന്നത്. ഈ റൈറ്റിൽ നിന്ന് വരുമ്പോൾ റൈറ്റിൽ നിന്ന് 2ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഫിഗർ നോക്കിയേ. ഈ ലൈൻ ഇല്ലേ വരുന്നത്? ഈ ലൈൻ ഇത് വല്ലയിടം മുട്ടുന്നുണ്ടോ? വല്ലയിടം വരുന്നുണ്ടോ? ഉണ്ടോ? ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇത് ഇൻഫിനിറ്റി ആവുമ്പോൾ, എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ, എക്സ്റ്റെൻഡിങ് ടു 2+ എക്സ്റ്റെൻഡിങ് ടു 2+ കൊണ്ട് ഇതിങ്ങനെ മുകളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2ലോട്ട് അപ്രോച്ച് ചെയ്യും തോറും ഈ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ട് പോവാണ്? ഇൻഫിനിറ്റിലോട്ട് പോവാണ്. ഒരിക്കലും അവിടെ മുട്ടുന്നില്ല. മുട്ടിയാല് നമുക്ക് പറയാം എന്താണ്? അപ്രോച്ചസ് ടു എന്താണ്? ഏത് വാല്യൂലാണോ മുട്ടുന്ന ആ വാല്യൂ പറയായിരുന്നു. ഇവിടെ പറയാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും മുട്ടുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അല്ലെ ഒരു ചേർത്ത് കാണിക്കും. അപ്പൊ ഇതെന്താണ്? ഇപ്പൊ 2- ആയിരുന്നെങ്കിലോ? 2- ആയിരുന്നെങ്കിലോ? 2- ആകുമ്പോ 2 അല്ല. 2- മൈനസിന്ന് വരുമ്പോൾ ഇവിടെ ഇല്ലയോ? ഇവിടോട്ടില്ലയോ വന്നത്? നേരെയുള്ള ഫംഗ്ഷന്റെ വാല്യൂ എത്ര? ഇതാ പോയിന്റ്, ഇതാ ലിമിറ്റ്. തെറ്റരുത്. ഫംഗ്ഷന്റെ വാല്യൂ ആണ് ലിമിറ്റ്, ലിമിറ്റിംഗ് പോയിന്റ്. ഫംഗ്ഷന്റെ വാല്യൂ ആണ് ലിമിറ്റ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയായിരുന്നെങ്കിൽ 1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ വാല്യൂ 1ലോട്ട്. ഈ എക്സിന്റെ വാല്യൂ 2ലോട്ട് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്? 1ലോട്ട് അപ്രോച്ച് ചെയ്യും. പക്ഷെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എത്തുന്നുണ്ടോ? ഇല്ല. ആ ഗ്യാപ്പ് ഇട്ടേക്കുന്ന മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ടച്ച് ചെയ്യത്തില്ല, അത് പോയിക്കൊണ്ടിരിക്കുക. ടച്ച് ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 തൊട്ട് വരും, ഈ വട്ടമിട്ട് കാണിച്ചേനെ ടച്ച് ചെയ്യുമായിരുന്നെങ്കിൽ. അപ്പൊ 2 + f(x) ഓഫ് ദി ഫംഗ്ഷൻ എവിടെയാണ്? ഇത് ഇൻഫിനിറ്റി. മനസ്സിലായല്ലോ? അതുപോലെ സർ എക്സ്റ്റെൻസ് ടു 3- ആയിരുന്നെങ്കിൽ -∞ എന്ന് വരുമായിരുന്നോ? എക്സ്റ്റെൻഡിങ് ടു മൈനസ് ആയിരുന്നു, -∞ താഴോട്ടാണ്. 3ക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഇത് തന്നെ 3ക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഫംഗ്ഷൻ അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ -∞ വരും. ഓക്കെ. 3ന്ന് ഫംഗ്ഷൻ 3ന്ന് ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ പോയി ഇങ്ങനെ പോയിക്കോട്ട് താഴോട്ട് പോവാണ്. അപ്പൊ -∞ വരും. ഓക്കെ. ഇത് For what value of x if the function f(x) is equal to discontinuous? നമ്മൾ ഡിസ്കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ, നോക്കിയേ ഈ ഫംഗ്ഷൻ ഒന്നും കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഒരിക്കലും ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ആദ്യം ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ചോദിച്ചാൽ നോക്കൂ, ഒരു ഫ്രാക്ഷൻ പല രീതിയിൽ ചോദിക്കാം. ഫംഗ്ഷൻസ് ഒരു ഫ്രാക്ഷൻ ഇങ്ങനെ ഒരു ഫ്രാക്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ചോദിച്ചാൽ ആദ്യം ഈ പോയിന്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, എഫ് ഡിഫൈൻഡ് ആയിരിക്കണം എല്ലാ പോയിന്റും. അപ്പൊ ഇത് എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആകുമോ? ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണോ?
ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റും ഡിഫൈൻഡ് ആണോ? ഏത് പോയിന്റ് അല്ല? പോയിന്റ് പറയണ്ട, കണ്ടീഷൻ പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ തന്നാൽ ഒരിക്കലും എപ്പോഴും ഒരു ഇപ്പൊ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്നൊരു ഫ്രാക്ഷൻ തന്നാൽ എപ്പോഴും ഒരു കണ്ടീഷൻ കൊടുക്കും. ജി ഓഫ് എക്സ് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് കാണാൻ ഡിനോമിനേറ്റർ ഇത് ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. എന്താകാത്തയാണ്? ഡിഫൈൻഡ് ആകാത്ത പോയിന്റ്. അപ്പൊ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ x² - 5x + 6a = 0. അപ്പൊ പ്രോഡക്റ്റ് 6 വരണം, സം -5 വരണം. അപ്പം ഗുണിച്ചാൽ 6 കൂട്ടിയാൽ ഗുണിച്ചാൽ 6 വരണമെങ്കിൽ സെയിം സൈൻ ആയിരിക്കണം. സം നെഗറ്റീവ് ആയതുകൊണ്ട് 2 നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഏതൊക്കെയാ? -2 -3. എന്റെ റൂട്ട് എടുക്കുമ്പോൾ ഏതൊക്കെ വരും? 2 3. നേരത്തെ പറഞ്ഞുള്ളൂ എപ്പോഴും കിട്ടുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇത് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിനെ ഫാക്ടർ ആക്കുമ്പോൾ കിട്ടുന്നത് x - 2 × x - 3 = 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² - 5x + 6 ആണ്. അപ്പൊ ഇവിടെ x - 2 = 0, x = 2 വരും. അവിടെ x - 3 = 0, x = 3 വരും. അപ്പൊ നമുക്ക് ഇത് ഏതാണോ കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റൂട്ട്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് ഏതാണ്? 2ഉം 3ഉം. അപ്പൊ 2ലും 3ലും ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല, ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രം പിന്നെ നോക്കിയാൽ പോരാ. ലിമിറ്റ് നോക്കുന്നത് എന്താണ്? ഡിഫൈൻഡ് ആയിരിക്കണം, പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻഷൻ രണ്ട് സെയിം ആയിരിക്കണം. അപ്പൊ ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻഡ് ആണോ എന്ന് നോക്കണം. അപ്പൊ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാത്ത പോയിന്റ് ഏതൊക്കെയാ? ഏതാ സർ? x² - 4നെ x - 2 × x + 2 എന്ന് എഴുതി കഴിഞ്ഞാല് x - 2 രണ്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ന്യൂമറേറ്റർ ശ്രദ്ധിച്ചില്ല. അവിടെ ന്യൂമറേറ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ന്യൂമറേറ്ററിൽ x² + 4 കിടപ്പുണ്ടായിരുന്നു, അത് നോക്കിയില്ല. അപ്പൊ ന്യൂമറേറ്ററിനെ കൂടെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. x² + 4നെ x - 2 × എന്ത് എഴുതാം? x + 2 എന്ന് എഴുതാം. ഓൾഡ് എന്ന് വെച്ചാൽ a²നെ 4നെ 2² എന്നെഴുതാം. a² - b² a - b × a + b. ഡിനോമിനേറ്റർ എന്താണ്? x - 2 × എന്താണ്? x - 3. ഇതും വെട്ടിപ്പോവും. പിന്നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ x + 2 / എന്താണ്? x - 3 വരും. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ആകാത്ത പോയിന്റ് ഏതാണ്? x - 3 = 0, x = എന്താണ്? 3. അപ്പൊ ഏത് മാത്രമാണ്? 3 മാത്രം. എന്റെ ന്യൂമറേറ്റർ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇവിടെ ഏത് മാത്രമാണ് ഡിഫൈൻഡ് ആകാത്ത പോയിന്റ്? ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് എന്ന് വെച്ചാൽ മറ്റേ ക്യാൻസൽ ആയി പോകും. x - 2 x - 2 എന്തായി പോകും? x = സാർ അപ്പൊ PSCയുടെ കീയില് സാറ് C ആയിരുന്നു ആൻസർ. അവിടേക്ക് വെയിറ്റ് ഞാനൊന്ന് ആലോചിച്ച ഈ ഞാൻ നോക്കില്ല, നോക്കിയ ഇത് ഈ ചെയ്തത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പോയിന്റ് ഏതെങ്കിലും C f of x കാണുന്നതിലാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമുക്ക് ശ്രദ്ധിച്ചോ, ഞാനിവിടെ x - 2 × x + 2 പിന്നെ ആലോചിച്ചത് x - 2 × x - 3. ഇത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ക്യാൻസൽ ആയും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മൾ 0യെ 0 കൊണ്ട് വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ നോർമലി ഒരിക്കലും 0യെ 0 കൊണ്ട് വെട്ടിക്കളയാൻ പറ്റത്തില്ല. ഇവിടെ എക്സിന് ഞാൻ 2 കൊടുത്താൽ മുകളിൽ എന്ത് വരും? 0. താഴെ എന്ത് വരും? 0. അപ്പൊ ഇങ്ങനെ ലിമിറ്റിംഗ് കേസ് വരുമ്പോഴാണ്, എന്താ കേസാണ്? നമ്മൾ എന്തെങ്കിലും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ആ കേസ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത്. ഇപ്പൊ എക്സ്റ്റെൻഡിങ് ടു 2 ഈ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള കേസാണ്. അപ്പൊ 2ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് 0 വരുത്തില്ല. ഇപ്പൊ 2ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ 0ക്ക് അടുത്തൊരു വാല്യൂ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇത് 2 അപ്രോച്ച്. അപ്പൊ ലിമിറ്റിംഗ് കേസ് വരുമ്പോൾ മാത്രമാണ് ഈ ക്യാൻസലേഷൻ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x² - 4 /
എക്സ് സ്ക്വയർ മൈനസ് 5xa പ്ലസ് 6. ഇതിന്റെ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ 0/0 ഫോം ആണ്. അപ്പൊ 0/0 ഫോം ആണ്. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ ഒക്കെയാണ് അതിന്റെ എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് x എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡ് ബൈ താഴെ എക്സ് മൈനസ് 2 ഇൻറ്റു എന്താണ് എക്സ് മൈനസ് 3. ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഇത് ലിമിറ്റ് ആണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ 4 ഡിവൈഡ് ബൈ 2 -1 കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്കൽ -4 കിട്ടും. ഇത് ലിമിറ്റ് ആണ്. ലിമിറ്റ് ആണ് വേറൊരു മെത്തേഡ് കൊണ്ട് 0/0 ആണ് എൽ ഹോസ്പിറ്റൽ റൂൾ. മുകളിലത്തെ ഡെറിവേറ്റീവ് 2x, താഴത്തെ ഡെറിവേറ്റീവ് 2x -5 വരും. ഇനി എക്സിന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 2 2s are 4, താഴെ 4 - 5 -1 സ്റ്റാറ്റിസ്റ്റിക്കൽ -4. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 0/0 ഫോം വന്ന ലിമിറ്റ് കാണാൻ അപ്പൊ ലിമിറ്റിംഗ് കേസിൽ മാത്രമാണ് ഈ എക്സിന്റെ വേരിയബിൾ ക്യാൻസലേഷൻ നടക്കുന്നത്. അല്ലാത്ത ഒരു കേസിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സിന്റെ ടൈമിനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് 2xa = 5, എക്സ് സ്ക്വയർ = 2x നടക്കുന്നു. ഇവിടെ ഒരിക്കലും x വെട്ടിക്കളയാൻ പാടില്ല. ചെയ്യേണ്ട കാര്യം എക്സ് സ്ക്വയർ മൈനസ് 2xa = 0 എടുക്കുക. എക്സ് എക്സ് മൈനസ് 2 = 0 എടുക്കുക. എക്സിന് 0, എക്സ് എന്താവും 2 ആവും. അപ്പൊ എക്സിന് 2 വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ x = 2 മാത്രം. 2 മാത്രമാണ് ഇവിടെ സൊല്യൂഷൻ വരുന്നത്. ഇല്ല, അവിടെ എന്തുകൂടി ഒരു സൊല്യൂഷൻ വരും, 0 സൊല്യൂഷൻ കൂടെ വരും. അപ്പൊ 0 സൊല്യൂഷൻ ഒരിക്കലും ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇവിടെ ഫംഗ്ഷനിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, ഇനി ഇവിടെ എന്താ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷനിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ക്യാൻസലേഷൻ ലോ ചെയ്യാൻ, ലിമിറ്റിൽ ചെയ്യുമ്പോഴാണ് ക്യാൻസലേഷൻ ലോ ചെയ്യുന്നത്. അപ്പം ഫംഗ്ഷനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ എന്താണോ ആ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ആ ഫംഗ്ഷന്റെ വാല്യൂ എവിടൊക്കെയാണോ ഡിഫൈൻഡ് അല്ലാത്തത് ആ പോയിന്റുകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ പ്രോഡക്റ്റ് = 6 കിട്ടി, സം = -5 കിട്ടി. അപ്പൊ ഏതൊക്കെയായിരുന്നു, -2 -3 ഒക്കെ 2ഉം 3ഉം കിട്ടി. അത് മാത്രമാണ്. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ന്യൂമറേറ്റർ 0 വന്നാലും കുഴപ്പമില്ല, ന്യൂമറേറ്റർ ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഡിനോമിനേറ്റർ ആണ്. നമ്മൾ f(x) ഡിവൈഡ് ബൈ g(x) എന്തായിക്കോട്ടെ, g(x) ≠ 0 എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എക്സിന് 2 കൊടുത്തേ, 2 കൊടുത്താൽ എന്ത് സംഭവിക്കും, 0/0 വരും. 3 കൊടുത്താൽ എനി നമ്പർ ഡിവൈഡ് ബൈ 0. ഈ രണ്ടെണ്ണത്തിലും എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ രണ്ട് കേസിലും എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്താണ്, അപ്പൊ ഈ ന്യൂമറേറ്റർ നമ്മൾ നോക്കുന്ന ലിമിറ്റ് കാണാൻ, ലിമിറ്റിന്റെ കേസിൽ മാത്രമാണ് റെഡ്യൂസ് ചെയ്യുന്നത് 0/0 ഫോം വരികയാണെങ്കിൽ. അപ്പൊ ലിമിറ്റിന്റെ കേസ് വന്നാൽ റെഡ്യൂസ് ചെയ്യുക. 0/0 ഫോം ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എൽ ഹോസ്പിറ്റൽ റൂൾ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, ലിമിറ്റിന്റെ കേസിലാണ്. അപ്പൊ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും നോക്കണ്ട, ഒരു ഫ്രാക്ഷൻ ആണ് തരുന്നേക്കുന്നത്. ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് മാത്രം നോക്കിയാൽ മതി, ന്യൂമറേറ്റർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് 2ഉം 3ഉം ആണ്. അപ്പൊ 2ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, 3ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷെ ലിമിറ്റ് കണ്ടുപിടിക്കാം, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ആ ഫംഗ്ഷൻ ഒരിക്കലും 2ൽ ഡിഫൈൻഡ് അല്ല. ലിമിറ്റിംഗ് പോയിന്റ് ചിലപ്പോൾ അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടാം. ഫംഗ്ഷൻ ഒരിക്കലും 2ലും ഡിഫൈൻഡ് അല്ല, 3ലും ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്, x = 2 ആൻഡ് എന്താണ്, x = 3. ഇതാണ് ഓപ്ഷൻ വരുന്നത്. അപ്പം ഫോർ വാട്ട് വാല്യൂ ഓഫ് x if any, if the function f(x) = x² - 4 ഡിവൈഡ് ബൈ x² - 5xa പ്ലസ് എന്താണ് 6. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഇത് ഡിഫൈൻഡ് ആകുന്ന പോയിന്റ് കാണാം. അപ്പൊ ഡിഫൈൻഡ് ആകുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ്, ആ പോയിന്റ് ആണ് 2ഉം 3. അപ്പൊ ആ രണ്ട് പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ആ രണ്ട് പോയിന്റ് ഇതെന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. 2ലും ഡിസ്കണ്ടിന്യൂസ് ആണ്. 2ൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടത്തില്ല. 2ൽ ഫംഗ്ഷന്റെ വാല്യൂ 0/0. 2ൽ ലിമിറ്റിംഗ് വാല്യൂ കിട്ടും. 2 ഞാൻ ചെയ്ത് വേണ്ടേ, 2ൽ ലിമിറ്റിംഗ് വാല്യൂ എത്ര ലിമിറ്റിംഗ് വാല്യൂ കിട്ടി 2ല്? 2 എന്ന് പറയുന്ന പോയിന്റ് ലിമിറ്റിംഗ് വാല്യൂ എത്ര കിട്ടിയത് ഈ ക്വസ്റ്റ്യൻ? അത് -4 ആണ്. പക്ഷെ ഈ ഫംഗ്ഷന് വാല്യൂ കിട്ടുന്നത് എന്താണ്, കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി f(x) എന്ന് പറഞ്ഞാൽ എന്തിനു സെയിം ആയിരിക്കണം, f(c)ക്ക്. നമ്മൾ 2ല് ലിമിറ്റിംഗ് വാല്യൂ കിട്ടിയത് -4 ആണ്.
പക്ഷെ 2 ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിയോ? 2 ഇട്ട് കൊടുത്തപ്പോൾ എഫ് ഓഫ് ടു എന്ത് കിട്ടിയത്? 0/0 ആണ്. പക്ഷെ ലിമിറ്റ് എന്ത് കിട്ടിയത്? -4 ആണ്. രണ്ട് സെയിം ആണോ വരുന്നത്? ആണോ? അല്ല. അതാണ്. അപ്പൊ നോക്കി ലിമിറ്റിംഗ് പോയിന്റ് കിട്ടും. ഫംഗ്ഷൻ വെച്ചാൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്നില്ല. ഫംഗ്ഷൻ ഡയറക്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് 0/0 ആണ്. പക്ഷെ ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ -4 ആണ്. അപ്പം ഈ ലിമിറ്റ് അപ്രോച്ച് ചെയ്ത് -4 പക്ഷെ ഫംഗ്ഷന് ഡയറക്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ 0. ഇവിടെ ഡയറക്റ്റ് 2 കൊടുത്ത 0/0 ഫോം ആണ്. അപ്പൊ 2ലും ഡിഫൈൻഡ് അല്ല, 3ലും ഡിഫൈൻഡ് അല്ല. ഈ ഫംഗ്ഷൻ 2ലും ഡിഫൈൻഡ് അല്ല, എവിടെയും ഡിഫൈൻഡ് അല്ല, 3ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, 3ല് 2ലും ഡിഫൈൻഡ് അല്ല. അപ്പൊ ആ 2 പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ വാല്യൂ അതെ ലിമിറ്റ് കിട്ടുന്നുണ്ട്, 2ൽ ലിമിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് 2ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. 3ൽ ലിമിറ്റേ കിട്ടുന്നില്ല. 3 ലിമിറ്റ് കണ്ടുപിടിച്ച് 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ 9 - 4 / 0 ആണ്. ദാറ്റ് ഈസ് 5/0, നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി. 3ൽ ഫംഗ്ഷന്റെ വാല്യൂം കിട്ടത്തില്ല, എന്ത് കിട്ടത്തില്ല? ലിമിറ്റ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. 3 ഒന്നും കിട്ടത്തില്ല. 2ലാണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ കിട്ടും, പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടത്തില്ല. അപ്പൊ അതൊന്നും നോക്കണ്ട, ഇത് ഡിഫൈൻഡ് ആകുന്ന പോയിന്റ് മാത്രം, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഒരു ഫ്രാക്ഷൻ തന്നാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിസ്കണ്ടിന്യൂസ് അല്ല. അത് മാത്രം നോക്കിയാണ്. ഓക്കെ. അപ്പം ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഡിനോമിനേറ്ററിലെ കേസ് മാത്രം നോക്കിയാൽ മതിയോ? ഡിഫൈൻഡ് എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ നോക്കണം. ആ ഡിഫൈൻഡ് ആണെങ്കിൽ ഡിഫൈൻഡ് ആകുന്ന പോയിന്റുകളിൽ മാത്രമേ കണ്ടിന്യൂറ്റി ആകാൻ ചാൻസ് ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരിക്കലും അതിന് ലിമിറ്റിംഗ് കാണത്തില്ല. അപ്പൊ ആദ്യം ഡിഫൈൻഡ് ആണോ നോക്കണം. അപ്പൊ ഈ ഫംഗ്ഷന്റെ എന്ന് വെച്ചാൽ ഡൊമൈനെ നമ്മൾ കണ്ടുപിടിക്കുന്ന യഥാർത്ഥത്തിൽ ഇതിന്റെ ഡൊമൈൻ ഡിഫൈൻഡ് ആകാത്ത എന്താണ്? റിയൽ നമ്പർ. അതിൽ നിന്ന് ഏതൊക്കെ എലമെന്റ് കൊടുക്കുക? 2ഉം 3ഉം. ഇതാണ് ഇതിന്റെ ഡൊമൈൻ. ഈ എന്ന് വെച്ചാൽ R - സെറ്റ് 2 3. 2ലും 3ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, R - സെറ്റ് 2 3 ആണ്. അപ്പൊ ഉറപ്പായിട്ടും പറയാൻ പറ്റും 2ലും 3ലും ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിസ്കണ്ടിന്യൂസ് അല്ല. 2ലും 3ലും ഈ ഫംഗ്ഷൻ ഡിഫൈൻ പോലും അല്ല. ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമാണ് ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഡിഫൈനും ലിമിറ്റും ഇപ്പം ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ലിമിറ്റ് ചെക്ക് ചെയ്യും. രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറയും? കണ്ടിന്യൂസ് ആണെന്ന് പറയും. സാധാരണ സിംഗിൾ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആണെങ്കിൽ അത് ലിമിറ്റും ആ പോയിന്റ് തന്നെ വരുന്നത്. ഇപ്പം f(x) = x² + 2 എന്ന്. ഇപ്പൊ 2 ചെക്ക് അല്ലെങ്കിൽ c ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ f(c) എത്രയാണ്? c² + 2 ആണ്. ലിമിറ്റ് എത്രയാണ്? c² + 2 ആണ്. അങ്ങനെയൊക്കെ രണ്ടും സെയിം ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ. അപ്പൊ ഡിഫൈൻഡ് അല്ലെങ്കിൽ ആ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റിലൊന്നും ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റിലൊന്നും ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഓക്കെ. എന്റെ കേട്ടോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് C belongs to. അപ്പൊ മീൻ വാല്യൂ തിയറം. എന്താ മീൻ വാല്യൂ തിയറം? മീൻ വാല്യൂ തിയറം വെച്ചാൽ ഇത് പഠിച്ചോ. f'(x) കാണുന്ന ഫോർമുല ഡെറിവേറ്റീവ് f'(x) കാണുന്ന ഫോർമുല f of upper limit minus f of lower limit ഡിവൈഡ് ബൈ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതാണ് മീൻ വാല്യൂ തിയറം. f'(x) = അപ്പൊ f'(x) ആണ് 2 × x ഡെറിവേറ്റീവ് 2x ആണ്. 2 2 എത്രയാണ്? 4x മൈനസ് 3x എത്രയാണ്? 3 × 1 3 ഡെറിവേറ്റീവ് എടുത്ത്. അപ്പൊ ലെഫ്റ്റിൽ f'(x) ആണ്. ഇപ്പൊ f of b, ഇത് എയും ഇത് ബിയും ആണ്. അപ്പൊ ആദ്യം f of b കാണാം. ബി കാണാന്ന് വെച്ചാൽ f of b f of 6, ഇവിടെ 6 കൊടുക്കുക. അപ്പൊ 2 × 6 × 36 മൈനസ് 3 × 6 f of b ഇതാണ്. ഇതിനകത്തോട്ട് എക്സിന്റെ സ്ഥാനം 6 കൊടുത്ത് ബി എന്ന് പറഞ്ഞ 6 ആണ് അപ്പർ ലിമിറ്റ്. അപ്പൊ 2 × 3² 36 മൈനസ് 3 × 6 മൈനസ് ഇനി f of -4 കാണും. -4 കാണുമ്പോൾ പെട്ടെന്ന് കാണല്ല. 2 × -4 എത്രയാണ്? 16 മൈനസ് 3 × -4 എക്സിന്റെ ഓൾ ഡിവൈഡ് ബൈ ബി എത്ര? 6 മൈനസ് -4 ഇത് എത്ര കിട്ടും? 36 × 2 72.
72 18 കുറച്ചാൽ എത്രയാണ്? 4 5 54. 16 × 2 32. മൈനസിൽ മൈനസ് പ്ലസ് 12. അപ്പൊ എത്ര കിട്ടി? ഇത് 44. അപ്പൊ ഇത് 54 ഇത് 44. 54 മൈനസ് 44 എത്ര? 10 ഡിവൈഡ് ബൈ ഈ താഴെ എത്ര തന്നെ? 10 10/10. അപ്പം 4x is equal to 10/10 എത്രയാണ്? 1 ഈ മൈനസ് എപ്പോഴും എന്താണ്? +3. അപ്പൊ 4x is equal 4 വരും. എക്സിന്റെ വാല്യൂ എത്രയാണ്? 1. CX ഇതിനിടയ്ക്ക് ഒരു വാല്യൂ സി കൊടുക്കുക എക്സ് കൊടുക്കുക എക്സ് ഞാൻ എക്സ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര? അതാണ് സി. ആ കിട്ടുന്ന വാല്യൂ എന്താണോ കിട്ടുന്നത് അത് സി പറയുകയാണെങ്കിൽ സി, എക്സ് പറയുകയാണെങ്കിൽ എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 1. അപ്പൊ ഇനി ഇടയ്ക്ക് മീൻ വാല്യൂ തീരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 ഈസ് ദ ആൻസർ. അത് സി പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും സിയോ എയോ അതിനിടയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണമെന്നാ. -4 6 ഇടയ്ക്കൊരു ഡെറിവേറ്റ് ചെയ്ത് വരുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരുന്നത്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ വരുന്ന ആ തന്നേക്കുന്ന ഇന്റർവെലിന് ഇടയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എത്ര കിട്ടിയത്? 1. അപ്പം എത്ര ആൻസർ? 1. അപ്പൊ മീൻ വാല്യൂ തിയറം ചെയ്യാമല്ലോ. ഡൗട്ടുണ്ടോ മീൻ വാല്യൂ തിയറം? മീൻ വാല്യൂ തിയറം ഡൗട്ട് ഉണ്ടോ? സാർ ഈ കണ്ടുപിടിച്ച പോയിന്റ് ഇല്ലേ എക്സ് ഈസ് ഈക്വൽ ടു 1 അത് എന്താണ് ശരിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചുതരാം. തിയറിലോട്ടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചാണ്. ഇത് എ, ഇത് ബി. അപ്പൊ എഫ് ഓഫ് ബി ഇതൊരു കർവാണ്. ഈ കർവിന് ഈ ഇന്റർവെലിനിടയ്ക്ക് എവിടെയോ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് 0 വരുന്നുണ്ടെന്നാണ്. എഫ് ഈ കണ്ടീഷൻ വെച്ച് എന്താണ് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഇവിടെ വെച്ചൊരു ബെൻഡ് ഉണ്ടായില്ലയോ? എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ടാൻജന്റ് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഈ ടാൻജന്റ് സ്ലോപ്പ് എക്സ് ആക്സിന് പാരലില്ലയോ? അപ്പൊ ഈ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ഇത് പറയാൻ ഒത്തിരി ഉണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഒരു പോയിന്റില് ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എക്സ് ആക്സിന് പാരലായിട്ടാണ് ആ ടാൻജന്റ് പോകുന്നതെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ വേണ്ടേ ഈ പോയിന്റ് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വന്ന്? 0 വരും. അത് 0 കേസ്. ഇങ്ങനെ വരുന്ന കേസ്. ഇത് വരുന്നത് ഈ വാല്യൂ എന്ത് വരുന്നതാണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എന്താണ്? ബി മൈനസ് എ വരുന്ന ഒരു പോയിന്റ് ആണ്. ഇത് ഞാൻ 0 വരുന്ന കേസാണ് കണ്ടുപിടിച്ചത്. 0 വരുന്ന വെച്ചാൽ ഇവിടെ തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തുന്ന കേസാണ് പറഞ്ഞത്. അത് റോൾസ് തിയറം എന്ന് പറയും. മറ്റേ ഇങ്ങനെ വരണമെന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ഇത് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സ്ലോപ്പ് ഉണ്ടാകുന്നില്ല. അതിനിടയ്ക്ക് ഡെറിവേറ്റീവ് വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരിക്കലും ഇതിന് പാരലായിട്ട് വരത്തില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരുന്നതാണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ജനറൽ ആയിട്ട് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എന്താണ്? ബി മൈനസ് എ. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നത്. ആ എഫ് ഡാഷ് ഓഫ് എക്സ് വരുന്ന ഒരു പോയിന്റ് ഇതിനകത്ത് എവിടെയോ കിടപ്പുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് കണ്ട് എക്കും ബിക്കും ഇടയ്ക്ക് ഉറപ്പായിട്ടും ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടിരിക്കും. അതാണ് മീൻ വാല്യൂ തിയറം. ഉറപ്പായിട്ടും കണ്ടിരിക്കും. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇത് ഡെറിവേറ്റീവിന്റെ ഒരു ഡെഫിനേഷൻ ആണ്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എന്താണ്? ബി മൈനസ് എ. അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അത് വരുന്ന എക്സിന്റെ ഒരു വാല്യൂ ഉറപ്പായിട്ട് എവിടെ കണ്ടിരിക്കും? എക്കും ബിക്കും ഇടയ്ക്ക് കണ്ടിരിക്കും. അതാണ് മീൻ വാല്യൂ തിയറം. ഇത് ഈ കേസ് 0 വരുന്നതാണ് റോൾസ് തിയറം. ഈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ സെയിം വരുമ്പോൾ ഈ പോയിന്റും സെയിം വന്നു കഴിഞ്ഞാൽ ഇതെന്തായി പോകും? 0. അത് റോൾസ് തിയറം എന്ന് പറയും. ഇപ്പൊ ജനറൽ ഇതാണ് മീൻ വാല്യൂ തിയറം. എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്ന ഫോർമുല എഫ് ഓഫ് ബി മൈനസ് എഫ് എന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ എക്കും ബിക്കും ഒരു ഇടയ്ക്ക് ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിന് ഒരു ഇടയ്ക്ക് ഏതോ ഒരു പോയിന്റിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഈ എക്കും ബിക്കും ഇടയ്ക്ക് കണ്ടിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് വരുന്ന ഒരു പോയിന്റ്. അതാണ് ഈ മീൻ വാല്യൂ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീൻ വാല്യൂ തിയറത്തിന്റെ ഡെഫിനേഷൻ ഇതാണ്. മീൻ വാല്യൂ തിയറം കാണുന്ന ഫോർമുല ഇതാണ്. ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്.
തീരം പറയുകയാണെങ്കിൽ ഇഷ്ടത്തിനുണ്ട് ഇതിന്റെ തീരം. മീൻ വാല്യൂ തീരം എന്താണ് തൊട്ട് കർവ് തൊട്ട് തുടങ്ങണം. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കർവ് മുതൽ ഈ FOP മൈനസ് FOA വരുന്ന എല്ലാം പറയണം. അത് ഒത്തിരി ഉണ്ട്, കണ്ടമാനമുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഡെഫിനേഷൻ പഠിക്കുക. മീൻ വാല്യൂ തീരത്തിന്റെ ഡെഫിനേഷൻ എന്താണ്? F' of x is equal to FOP. F' of x സി കൊടുത്തു. FOP മൈനസ് FOA ഡിവൈഡ് ബൈ എന്താണ്? B മൈനസ് A. റോൾസ് തിയറം ആകുമ്പോൾ ഈ കണ്ടീഷൻ എന്താവും? F' of x is equal to എന്താണ്? 0. റോൾസ് തിയറം വരുമ്പോൾ കണ്ടീഷൻ ഇതുണ്ട്. FOA ഈക്വൽ ടു എന്തായിരിക്കണം? FOP. FOAയും ഇത് തന്നെ. FOBയും FOA സെയിം ആയി കഴിഞ്ഞ് ന്യൂമറേറ്റർ എന്തായി ഇപ്പം? 0. 0 ബൈ നമ്പർ എത്രയാണ്? 0. F' of x ന്റെ വാല്യൂ 0. ഇത് റോൾസ് തിയറം, ഇത് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം പഠിച്ചോണം ഒരു ഫംഗ്ഷന്റെ.